കൊച്ചി കേന്ദ്രീകരിച്ച് അനാശാസ്യത്തിന് കുറേ യുവതികൾ പിടിയിലായിട്ടുണ്ട്. വൈറ്റിലയിൽ ഒരു ഹോട്ടലിലാണ് ഇത്തരത്തിൽ യുവതികൾ പിടിയിലായത്. സ്പായുടെ മറവിലാണ് ഇത്തരത്തിൽ അനാശാസ്യം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള അനാശാസ്യ കേന്ദ്രങ്ങൾ കൂടുതലായി കൊച്ചിയിൽ വരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരുപാട് കേന്ദ്രങ്ങൾ, സ്പാ കേന്ദ്രങ്ങളൊക്കെ ഇത്തരത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇത് സ്വാഭാവികമായി ഒരു മോശം കൾച്ചറിലേക്ക് കൊച്ചിയെ കൊണ്ടെത്തിക്കുമെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് മുംബൈയിലും കൊൽക്കത്തയിലുമൊക്കെ ഇത്തരത്തിൽ ചുവന്ന തെരുവുകളുണ്ട്. അവിടെ ഒരുപാട് പെൺകുട്ടികൾ ഇത്തരത്തിൽ ഈ ഒരു തൊഴിലിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. സ്വാഭാവികമായും ഈ പല തരത്തിലുള്ള മനുഷ്യരാണ് ഓരോ സ്ഥലത്തുമുള്ളത്. നമുക്ക് കേരളത്തിലെ ഓരോ വാർത്തകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ വാർത്തകൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും പീഡിപ്പിക്കുന്ന വാർത്തകൾ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 5 വയസ്സുള്ളതും 6 വയസ്സുള്ളതും 8 വയസ്സുള്ളതുമായിട്ടുള്ള പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്ന ഒരു കൾച്ചർ കേരളത്തിൽ കണ്ടുവരുന്നു. ഓരോ ദിവസം കഴിയുന്നതോറും ഇത് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. പലപ്പോഴും അയൽവാസിയിൽ നിന്നും അല്ലെങ്കിൽ അധ്യാപകനിൽ നിന്നും മറ്റ് ബന്ധുക്കളിൽ നിന്നും സ്വന്തം പിതാവിൽ നിന്ന് പോലും പീഡനമേൽക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ ധാരാളമായി ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ വൃദ്ധരായ സ്ത്രീകൾ, 80ഉം 90ഉം വയസ്സുള്ള വൃദ്ധരായ സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് ചെന്ന് മോഷണം എന്ന വ്യാജേന ചെന്ന ശേഷം അവരെ ബലാത്സംഗം ചെയ്യുന്നു അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ലൈംഗികമായ അരാജകത്വം ഓരോരുത്തരിലും രൂപപ്പെടുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഭാര്യ മരിച്ച ഭർത്താക്കന്മാർ, അതോടൊപ്പം തന്നെ ഡൈവോഴ്സ് ആയവർ, ഇവരൊക്കെ തന്നെ അവരുടെ ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി ഇത്തരം കുഞ്ഞുങ്ങളെയും വൃദ്ധരായവരെയും ഒക്കെ ബലിയാടാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കേന്ദ്രങ്ങൾ ഓതറൈസ്ഡ് ആയിട്ട് നടത്തണം എന്നാണ് ഒരു അഭിപ്രായം രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഈ വിശപ്പും ദാഹവും പോലെ ലൈംഗിക വികാരങ്ങളും വരുമ്പോൾ അവർക്കതിന് പൂർത്തീകരണം ഉണ്ടാകുന്നതിന് വേണ്ടി ഇത്തരം കേന്ദ്രങ്ങൾ ഓതറൈസ്ഡ് ആയിട്ട്, അതായത് ആരെയും നിർബന്ധിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം തൊഴിലായി സ്വീകരിച്ചു കൊണ്ടുവരുന്ന യുവതികളും, അതോടൊപ്പം തന്നെ കൃത്യമായ വൈദ്യപരിശോധനയും അംഗീകാരത്തോടും കൂടിയുള്ള സെൻറ്ററുകൾ പ്രവർത്തിക്കണം എന്നുള്ള ഒരു അഭിപ്രായം രൂപപ്പെട്ട് വരുന്നുണ്ട് പലരുടെ ഇടയിൽ നിന്നും. അത് സ്വീകരിക്കപ്പെടേണ്ടതാണ്. സർക്കാരും ഇക്കാര്യത്തിലൊരു തീരുമാനത്തിൽ എത്തിച്ചേരണം എന്നുള്ളൊരു അഭിപ്രായമാണ് പൊതുജനങ്ങളിൽ നിന്നടക്കം വരുന്നത്. കാരണം പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കി പോകാൻ മാതാപിതാക്കൾ ഭയക്കുന്നു. അല്ലെങ്കിൽ തീരെ കുഞ്ഞുങ്ങളായവരെ പോലും പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരം കേന്ദ്രങ്ങൾ ഡോക്ടറുടെ സേവനത്തോടു കൂടി അല്ലെങ്കിൽ കൃത്യമായി ഈ ഒരു തൊഴിലിന് വേണ്ടി വരുന്ന സ്വന്തം ഇഷ്ടപ്രകാരം വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കണം. പലപ്പോഴും കൊച്ചിയിലൊക്കെ സംഭവിക്കുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ഇതിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. അത് എത്തിപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം കൊച്ചിയിലെ, പണ്ട് ബാംഗ്ലൂരായിരുന്നു ഇത്തരത്തിലെങ്കിൽ ഇപ്പോൾ കൊച്ചിയിലും വലിയ ആഡംബര ജീവിതമാണ്. ഹോട്ടലുകളിലൊക്കെ വലിയ തുകയാണ് ഭക്ഷണത്തിനാണെങ്കിലും. അതോടൊപ്പം തന്നെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കണം, ബ്യൂട്ടി പാർലറിലൊക്കെ പോകണം. സ്വാഭാവികമായും ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിനികൾ അവരുടെ കൂട്ടുകാരികളെ ഒരു രസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് വേണ്ടിയായിരിക്കും ഇത്തരം ഒരു കേന്ദ്രത്തിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോവുക. ഒരു ദിവസം വന്നാൽ മതി, 10,000 രൂപയോളം കിട്ടുമെന്ന് പറഞ്ഞ് ഇതിലേക്ക് കൊണ്ടുവരികയും ഒരു കസ്റ്റമർ വന്ന് ഇത്തരത്തിൽ അവരുടെ ചാരിത്രം പോലും കവർന്ന് പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. പൈസ കിട്ടും, പക്ഷേ പൈസ കിട്ടുമ്പോൾ അതിൽ ഭ്രമിച്ചുകൊണ്ട് വീണ്ടും അതിലേക്ക് തന്നെ പോകാനുള്ള ടെൻഡൻസി വരുന്നു. കുറേയേറെ സമയം പോയി കഴിയുമ്പോൾ ഈ കൂട്ടുകാരിയൊക്കെ പിന്നീട് അപ്രത്യക്ഷമാവും. പിന്നീട് സ്വന്തം ജീവിതം തകർന്നല്ലോ എന്നുള്ള ഒരു നിരാശയിൽ അവർ ഒരു ട്രോമ സ്റ്റേജിലേക്ക് കടക്കുകയും പിന്നീട് അതൊരു ആത്മഹത്യയിലേക്ക് വരെ എത്തിപ്പെടുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും ഒരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങുന്നതാണെങ്കിലും അത് പിന്നീട് സീരിയസ് ആയി മാറുകയും അത് വലിയൊരു അവരുടെ മാനസിക പ്രശ്നത്തിലേക്ക് പോവുകയും പിന്നീട് വിവാഹ ജീവിതമൊക്കെ എത്തുമ്പോൾ ഇവർക്ക് മാനസികമായി കുറ്റബോധം ഉണ്ടാവുകയും തൻ്റെ ഭർത്താവിനെ ചതിക്കുകയാണെന്നുള്ള ഒരു ചിന്ത അവളിൽ രൂപപ്പെടുകയും അത് പിന്നീട് ഒരു ട്രോമ സ്റ്റേജിലേക്ക് എത്തുകയും ഒടുവിൽ അതൊരു ആത്മഹത്യയിലേക്ക് പോലും എത്തിപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ അവബോധം വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റോള് സർക്കാർ ഇതിൽ വഹിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇതിലാരും ചതിക്കുഴികളിൽ അകപ്പെടാതിരിക്കണം. ഒപ്പം ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ പീഡനങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടുള്ള ലൈംഗിക പീഡനങ്ങൾ, വൃദ്ധരായ സ്ത്രീകളോടുള്ള ലൈംഗിക പീഡനങ്ങൾ, അതിനുശേഷം കൊലപ്പെടുത്തുക, ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ അവസ്ഥയിലേക്ക് കേരളം എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ശരിയായ രീതിയിൽ ശരിയായ അവബോധത്തോടു കൂടി പോകുന്നതിനുള്ള
നടപടികൾ കൈക്കൊള്ളണമെന്നുള്ളൊരു അഭിപ്രായം കേരളീയ പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. സർക്കാരും ഇക്കാര്യത്തിൽ ജാഗരൂകരാകണം. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഇത്തരം കേന്ദ്രങ്ങൾ കൃത്യമായ രീതിയിലാണോ പരിശോധിക്കുന്നതെന്നടക്കം അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പലപ്പോഴും ഈ വലിയ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ, ഭാര്യ മരിച്ചവർ അല്ലെങ്കിൽ ഡൈവോഴ്സ് ആയവരൊക്കെ ഇവിടേക്ക് സന്ദർശിക്കുകയും പക്ഷേ ഇത്തരത്തിൽ ഈ സമയത്ത് റെയ്ഡ് നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരും ഇതിൻ്റെ ഭാഗമാകുന്നു, വാർത്തകളിൽ നിറയുന്നു. സ്വാഭാവികമായും അതിൻ്റെ ഒരു മാനഹാനി ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ മാനഹാനിയിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പക്ഷേ അതിലേക്ക് എത്തപ്പെടാതെ ഇത് കൃത്യമായ രീതിയിൽ പരിശോധനകൾ നടത്തി കൃത്യമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിനികളടക്കം ഹോസ്റ്റലിൽ പഠിക്കുന്നവരും അത്തരത്തിലുള്ളവരുമൊക്കെ മാതാപിതാക്കളാണെങ്കിലും കൃത്യമായി അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ചീത്ത കൂട്ടുകെട്ടിലേക്ക് കടന്ന് ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തപ്പെടുക അല്ലെങ്കിൽ ഈ രാസലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇതിനൊക്കെ അടിമപ്പെട്ടുകൊണ്ട് കൂട്ടുകാരികൾ വിളിക്കുന്ന ഒരു രസത്തിന് വേണ്ടി തുടങ്ങുന്ന അവിടേക്ക് എത്തപ്പെടുകയും പിന്നീട് അവരുടെ ജീവിതം നശിച്ചു പോവുകയും ചെയ്യുന്നൊരവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ മാറണം. അതിന് കൃത്യമായ കൗൺസിലിംഗ് അല്ലെങ്കിൽ അവബോധം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെ മറ്റ് ജില്ലകളിലേക്ക് ഇപ്പോൾ കോഴിക്കോട് നിന്നും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്ത് നിന്നും മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ കൊച്ചിയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഒക്കെ പഠിപ്പിക്കാൻ അയക്കുമ്പോൾ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവരുടെ പഠനം മാത്രമല്ല, അവർ ഏത് സാഹചര്യത്തിലാണ് അവർ താമസിക്കുന്നത്, അവരുടെ കൂട്ടുകാരികൾ ഏത് തരത്തിലുള്ളതാണെന്നതൊക്കെ ഇടയ്ക്ക് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നതനുസരിച്ച് ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുന്നതിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വസ്തുത കൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പലപ്പോഴും ഇത് ഓരോ സ്ഥലത്തും ജോലി ചെയ്യുന്നവരുണ്ട്, ടെക്നോ പാർക്കിലടക്കം ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേൾസായി ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പേർ ഇതിലേക്ക് വരുന്നുണ്ട്. ഈ കേന്ദ്രങ്ങൾ ആ രീതിയിൽ ഓരോരുത്തരെയും മാറിയാണ് ഇത്തരത്തിൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം വരുന്ന കസ്റ്റമേഴ്സിന് വ്യത്യസ്തമായ യുവതികളെ കൊടുക്കുന്നതിലൂടെ ഇവർക്ക് കൂടുതൽ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇവർക്ക് കൂടുതൽ പണം കിട്ടുന്നതിനോടൊപ്പം ഈ വരുന്നവർക്കും അതിലൊരു വിഹിതം കിട്ടത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങളൊക്കെയാണ് പലയിടത്തും ചെയ്തു വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടെലിഫോൺ വഴിയും ഒക്കെ ഇവർ ക്യാൻവാസിങ് നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തവണ വന്ന കസ്റ്റമറെ പിന്നീട് അവർ നിരന്തരം വിളിക്കുകയും ഇവർക്ക് ഫോട്ടോകൾ അയക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത്തരം കേന്ദ്രങ്ങൾ കൃത്യമായ രീതിയിൽ പരിശോധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ വിദ്യാർത്ഥിനികൾ കൃത്യമായ രീതിയിൽ ആണോ പഠനത്തിന് മാത്രമാണോ പോകുന്നതെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അത് ഹോസ്റ്റലാണെങ്കിലും കോളേജാണെങ്കിലും കോളേജ് അധികൃതരും ഹോസ്റ്റൽ അധികൃതരും ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ മാതാപിതാക്കളും ഇടയ്ക്കിടെ ഇവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ചതിക്കുഴികളിൽ ചെന്നുപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നീട് ഭാവിയിൽ അവരുടെ മാനസിക നില തെറ്റുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തി നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് പെടാതിരിക്കേണ്ടത് ഏറ്റവും അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ കൊച്ചി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ബാംഗ്ലൂർ പോലെ മറ്റൊരു വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരം കേന്ദ്രങ്ങൾ ഓരോ സ്ഥലത്തും മുളച്ചു പൊന്തുകയാണ്. ഓരോരോ സ്ഥലങ്ങളിലും ഇത്തരം കേന്ദ്രങ്ങൾ വരുന്നു. സ്പായുടെ മറവിൽ അനാശാസ്യം നടക്കുന്നു. കൃത്യമായ രീതിയിലുള്ള മെഡിക്കൽ സംവിധാനങ്ങളില്ല, ഡോക്ടർമാരില്ല. അത്തരത്തിൽ ഈ രീതിയിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായി പോലീസുകാർക്കടക്കം ഇവർ ഭീമമായ തുക ഓരോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർക്കും ഒക്കെ നൽകി വരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ റെയ്ഡ് വരുമ്പോൾ പോലീസിന് മുൻകൂട്ടി അറിയിക്കുകയും ഇത്തരത്തിൽ ഉള്ള സംവിധാനങ്ങൾ മാറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്തരം സംവിധാനങ്ങൾ മാറേണ്ടതുണ്ട്. അതിന് കൃത്യമായ പരിശോധനകൾ ആവശ്യമാണ്. സർക്കാർ ഇക്കാര്യത്തിൽ ആർജവത്തോടു കൂടിയുള്ളൊരു തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കേണ്ടതുണ്ട്.